ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും വീഡിയോയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റക്ക് ഫീലിംഗ് വരും. അതായത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ബോറടി ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ആ ദിവസം ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു ഫീലിംഗ് ആട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. എന്നെപ്പോലെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ മാറ്റാം? അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അത്രയും ദിവസം അത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയത് ഈ ഒരു ദിവസം കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സ്റ്റക്കായി കഴിയുമ്പോൾ പിന്നെ അടുത്ത ദിവസം ഒന്നും എനിക്ക് ഈ കാര്യങ്ങൾ വീണ്ടും പഴയ പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി എന്ന് പറയില്ലേ പെട്ടെന്ന് സ്റ്റക്ക് വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ നന്നായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സ്റ്റക്കായി പോയില്ലോ എന്ന്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുന്നതിൻ്റെ ഒരു റീസണും അതോടൊപ്പം തന്നെ അത് മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളും ഏതാണെന്ന് വെച്ചാൽ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റക്ക് വരുന്നത് അല്ലെങ്കിൽ ബോറടി വരുന്നത്, അത് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ബോഡിക്കായാലും മനസ്സിനായാലും പതുക്കെ ക്ഷീണം വരുന്നുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് എല്ലാ കാര്യം കറക്റ്റ് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോറടിയും വരും. കാരണം എന്ന് വെച്ചാൽ ഇത് അടുപ്പിച്ച് നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റേഷനായിട്ട് ചെയ്യണേ. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ വീഡിയോയുടെ കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ കാര്യം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിപ്പീറ്റേഷൻ വരുമ്പോൾ ആർക്കായാലും മടുപ്പ് വരും. അപ്പോൾ നമ്മുടെ ബ്രെയിനിനും മടുപ്പ് വരാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റക്ക് അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കത് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ദിവസത്തിന് നമ്മളധികം നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ദിവസത്തിനെ ഒരു ബോറിംഗ് ഡേ ആയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നണത്. അങ്ങനെ അത് കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം എടുക്കുകയായിരിക്കും. പക്ഷെ നമ്മളത് കഴിയുമ്പോൾ ഓക്കെ ആവാറുണ്ട്. അല്ലാതെ ആ ദിവസം തന്നെ ഫോഴ്സ് ചെയ്ത് നമ്മളെ തന്നെ കുറേ കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇറിറ്റേഷൻ വരും. പിന്നെ നമുക്ക് വീണ്ടും പഴയ ആ ഒരു ഫ്ലോ കിട്ടില്ല. ഇങ്ങനെ നമുക്കൊരു സ്റ്റക്ക് അവസ്ഥ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലേദിവസം വൈകുന്നേരമല്ലേ കെടുക്കാൻ നേരത്തെ തന്നെ നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങും കേട്ടോ. അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കണ്ട, എനിക്കിതൊന്നും ചെയ്യാനായിട്ട് തോന്നണില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നണില്ല കാര്യങ്ങളും ചെയ്യാൻ. അത് നമുക്ക് തലേദിവസം വൈകുന്നേരം തന്നെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അടുത്ത ദിവസം കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കുക. ചെയ്യുന്ന കുറേ ജോലികളിൽ കുറേ എണ്ണക്കൊന്ന് കുറയ്ക്കുക. രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ലഞ്ച് ആയാലും പറ്റാവുന്നത് സിമ്പിളാക്കുക. വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അയ്യോ ഇതെന്ത് ഇന്ന് ഇങ്ങനത്തെ കറികൾ അല്ലെങ്കിൽ എന്ത് ഇങ്ങനത്തെ ഫുഡെന്ന്. അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ മൈൻഡ് പ്രോപ്പറായി ക്ലിയർ ആയാലാണ് നമുക്ക് പിന്നെയുള്ള ദിവസങ്ങളിൽ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാണെങ്കിൽ ആ ദിവസം സ്ലോ ഡൗൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തലേദിവസം തന്നെ ആലോചിക്കുക. ഞാൻ രാവിലെ എനിക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് ഒന്ന് എഴുന്നേക്കാം. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലും ഭക്ഷണമായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തലേദിവസം എൻ്റെ മക്കളോടായാലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടും പറയുക, എനിക്ക് അത്രയ്ക്കൊന്നൊരു സുഖം തോന്നണില്ല, ഞാൻ നെക്സ്റ്റ് ഡേ ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ അവർക്കും ഒരു ഇതുണ്ടായിരിക്കും, നമുക്ക് നമ്മുടെ മൈൻഡ് അത്ര ഒരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റിലല്ല ഉള്ളതെന്ന്. അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്ന് മുഖം വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്ന് വെച്ചിട്ട് ആരും മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ വായ തുറന്ന് പറയുക എന്നുള്ളതാണ് നല്ലൊരു കാര്യം. മിണ്ടാതിരുന്ന് എല്ലാവരും എന്നെ മനസ്സിലാക്കണമെന്ന് ആലോചിച്ചിരുന്നാൽ അത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടി ഇറിറ്റേഷനോ കാര്യങ്ങളോ ഫീൽ ചെയ്യില്ല. മൂന്നാമതായിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്ലോ ആയിട്ട് എഴുന്നേൽക്കാനായിട്ട് നോക്കുക. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ എഴുന്നേറ്റ പാടെ തന്നെ ഫോൺ നോക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ചായ കുടിക്കുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുക, അത് കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കും. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറേ അധികം നേരം ഫോൺ നോക്കിയിരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഫോണിലോട്ട് അങ്ങനെ ഇരുന്ന് പോകും. കാരണം നമുക്ക് ഓൾറെഡി ബോറടിച്ചിട്ടിരിക്കുന്നത്. വീട്ടിലെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല, ഒന്നിനും പോകാൻ തോന്നുന്നില്ല. അതിൻ്റെ കൂടെ ഫോണും കൂടി കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ വീഡിയോ കാണുമ്പോൾ എന്താ വെച്ചാൽ വീഡിയോയിലെല്ലാവരും വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ ഫീൽ ചെയ്യുക, ഒരു നെഗറ്റീവ് വൈബായിരിക്കും ഫീൽ ചെയ്യുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇന്നിങ്ങനെ സ്ലോ ആയിട്ട് പോട്ടെ എന്ന് തോന്നിയ ചിന്ത മാറി ഞാനിനിയിപ്പോൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവാം, ഞാനും എന്നാൽ ഉഷാറാവാം എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ദിവസം ബോറടിക്കാനുള്ളൊരു ദിവസമാണ്, അതങ്ങനെ ഞാൻ തീരുമാനിച്ചതാണ്. അപ്പം ഞാൻ വേറൊരു കാര്യം കണ്ടു എന്ന് വെച്ചിട്ട് ഞാൻ അന്നത്തെ ദിവസം വീണ്ടും കിടന്ന് എനർജറ്റിക് ആയിട്ട് വീണ്ടും ചെയ്യേണ്ട കാര്യം. കാരണം ഒരു ദിവസം എല്ലാ മനുഷ്യനും റെസ്റ്റ് വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ അമിതമായിട്ട് നോക്കാതെ അന്നത്തെ ദിവസം കുറച്ചൊരു റെസ്റ്റ് കൊടുക്കുക, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായിട്ട്. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശാന്തമായിട്ട് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കാനായിട്ടൊന്ന് ഇരിക്കുക. ചിന്തിക്കാനിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്
നല്ല കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാൻ ഞാൻ പലപ്പോഴും എനിക്കിങ്ങനെ ബോറടിച്ചിരിക്കുന്ന ദിവസമാണ് ഞാൻ അങ്ങനെ കുറേ ആലോചിക്കും കേട്ടോ. ആ സമയത്താണ് എനിക്ക് പലപ്പോഴും യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റി ഐഡിയാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറ്. കാരണം ഞാൻ ബാക്കിയുള്ള ദിവസമൊക്കെ ബിസിയാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, വീഡിയോ പിടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാനുള്ള സമയമില്ല. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആ ദിവസമാണ് ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഇരിക്കുന്ന, അതായത് ആ തിരക്കില്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക. ചെയ്യാനുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉള്ള ക്രിയേറ്റീവ് കാര്യങ്ങൾ. അതെന്താ കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളനുസരിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത. പക്ഷെ പലപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരത്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴാവും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ മൈൻഡിൽ ക്ലിക്കാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ കിട്ടുന്നത് എന്തുകൊണ്ട് നമ്മുടെ മൈൻഡിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാനായിട്ട് ടൈം കണ്ടെത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പരമാവധി നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം ചെയ്തു തീർക്കാൻ നോക്കുക. ഇപ്പം ഭക്ഷണം വയ്ക്കുക, അതോടൊപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് പിന്നെ ഉണ്ടാക്കാണ്ട് പറ്റില്ലെങ്കിൽ അത് എന്തായാലും ചെയ്യുക. ജോലിക്ക് പോകേണ്ടവരാണെങ്കിൽ ജോലിക്ക് പോകാണ്ടും പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് അടിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ അന്നത്തെ ദിവസം ചെയ്യേ വേണ്ട. കാരണം അപ്പോൾ അത് കുറയുമ്പോൾ തന്നെ പകുതി നമുക്കൊരു റിലാക്സാണ്. അപ്പോൾ ചിലവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തത് ഉണ്ടാവും. അപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾ സ്കിപ്പ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കി വെക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് പറയുന്നത് പാട്ടുകളാണ്. അപ്പോൾ ഞാനെപ്പോഴും എനിക്ക് മൈൻഡ് ഇങ്ങനെ ബോറടിക്കുന്ന സമയത്തൊക്കെ നല്ല നല്ല പാട്ടുകൾ വെച്ചിങ്ങനെ കേൾക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലാണ്. നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. പാട്ട് വെച്ച് വെറുതെ അങ്ങനെ ഇരിക്കുക, അത് കേട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എന്തോരം റിലാക്സാണ് ഫീൽ ചെയ്യാമെന്നറിയാം. അപ്പോൾ ആദ്യം എനിക്കത് ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ല പലപ്പോഴും കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാനിങ്ങനെ പാട്ടുകൾ കേൾക്കാനത് ആസ്വദിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആവണ പോലെ തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പഴയ കാല പാട്ടുകളൊക്കെ കേട്ടോ, അത് ഭയങ്കര റിലാക്സിങ് ആണ് കേൾക്കുന്നത്. എന്തൊരു പ്രത്യേക ഫീലാണ് ആ പാട്ട് കേട്ടായാലും ജോലികൾ ചെയ്യുമ്പോഴായാലും ഒക്കെ നമുക്ക് വേറൊരു ചിന്തയില്ലാതെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ പറയില്ല മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് അടക്കമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? അത്രയും ഇമ്പോർട്ടൻസ് ആ പാട്ടിനുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും വലിയൊരു ഹെൽപ്പ് പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തോന്നുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഇതാകുമ്പോൾ അധികം എഫേർട്ടൊന്നും എടുക്കണ്ട, ഫോണിലൊരു പാട്ട് പ്ലേ ചെയ്ത് വയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ബോറടിച്ച ദിവസം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ ദിവസമൊക്കെ ചില നേരത്ത് എനിക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ, ഞാനിന്ന് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല, വീട്ടിലെ കാര്യമൊന്നും കറക്റ്റ് ചെയ്തില്ല, വീഡിയോ ഒന്നും പിടിച്ചില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം ഫീൽ ചെയ്യും കേട്ടോ, ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ എൻ്റെ ചേട്ടനോട് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ രാവിലെ തൊട്ട് പറയുന്നു എനിക്കൊന്നിനും ഇതൊന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേട്ടൻ പറയും നീ അന്നൊന്ന് റെസ്റ്റ് എടുക്ക്. പക്ഷേ റെസ്റ്റ് എടുക്കുമ്പോഴും എൻ്റെ മൈൻഡ് എടുക്കുന്നത് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തിലാണ്. അപ്പോൾ ചേട്ടൻ പറയും അപ്പോൾ എന്തിനാ പിന്നെ റെസ്റ്റ് എടുക്കാൻ, ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് എന്താ കാര്യം ചോദിക്കും. കാരണം ഫുൾ ടൈം ഇതാലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത്, നമ്മൾക്ക് ബോറടിച്ച ദിവസമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള കുറ്റബോധം എന്നുള്ള ചിന്ത കളഞ്ഞിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമയം വേസ്റ്റ് ആക്കണേ തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വാല്യൂബിൾ ആയിട്ടുള്ള സമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, അത് നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക, മൈൻഡ് ഫ്രീ ആക്കി വയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് സാറ്റർഡേ സാധാരണ ഞാൻ ഒരു റീസെറ്റ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു റീസെറ്റ് റുട്ടീൻ ഈ ആഴ്ചത്തെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ആ ദിവസം എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല അതൊന്നും ചെയ്യാനായിട്ട്. എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അന്ന് അതൊന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് ഞാൻ ഇന്ന് എനിക്ക് ഒരു എന്താ പറയുക റെസ്റ്റ് കൊടുത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീസെറ്റ് റുട്ടീൻ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്കിപ്പ് അടിച്ച് പോകണമെന്നതും ഇതൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്ക് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്നെപ്പോലെ തന്നെ ഇങ്ങനെ തോന്നുന്നവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. നാളെ തൊട്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.